ഏറെ കൊട്ടിയാഘോഷിച്ച NSS SNDP ഐക്യം തുടക്കത്തിൽ തന്നെ പൊളിഞ്ഞിരിക്കുകയാണ്. ജനുവരി 18-നാണ് NSSുമായി ഐക്യപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഐക്യത്തോട് വളരെ പെട്ടെന്നാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പ്രതികരിച്ചതും. രാഷ്ട്രീയ കേരളം ഏറെ വിസ്മയത്തോടെയും സൂക്ഷ്മതയോടെയുമാണ് രണ്ട് പ്രമുഖ സമുദായ കക്ഷികളുടെ ഐക്യനീക്കത്തെ വീക്ഷിച്ചത്. എന്നാൽ അധികം വൈകാതെ NSS ഡയറക്ടർ ബോർഡ് വിളിച്ചു ചേർത്ത് ഐക്യനീക്കത്തിൽ നിന്ന് പിന്മാറുന്നതായി സുകുമാരൻ നായർ പ്രഖ്യാപിക്കുകയായിരുന്നു. NDA കൺവീനറായ തുഷാർ വെള്ളാപ്പള്ളിയുമായി കൂടിക്കാഴ്ച നടക്കാനിരിക്കെയായിരുന്നു പിന്മാറ്റം. ഐക്യത്തിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന തിരിച്ചറിവാണ് പിന്മാറ്റത്തിന് കാരണമായി സുകുമാരൻ നായർ വിശദീകരിച്ചത്. ഇതിനു മുമ്പ് 2011-ൽ ഇരു സംഘടനകളും ഒന്നിച്ചിരുന്നു. അന്ന് സംവരണ വിഷയത്തിലാണ് തെറ്റിപ്പിരിഞ്ഞത്. നായർ ഈഴവ ഐക്യം അനിവാര്യമാണെന്ന് ജനുവരി 18-നാണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയത്. മുസ്ലിം ലീഗാണ് NSSനെയും SNDPയെയും തെറ്റിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. പിന്നാലെ വെള്ളാപ്പള്ളിയുടെ ആഹ്വാനത്തെ അനുകൂലിച്ച് സുകുമാരൻ നായർ രംഗത്തെത്തുകയും ചെയ്തു. വെള്ളാപ്പള്ളി ആവശ്യപ്പെടുകയാണെങ്കിൽ ചർച്ചകൾക്ക് തയ്യാറാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശന്റെയും സുകുമാരൻ നായരുടെയും പ്രതികരണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. LDFന് ആശ്വാസവും UDFനും BJPക്കും നെഞ്ചെടുപ്പും ഉണ്ടാക്കുന്നതായിരുന്നു ഇരു നേതാക്കളുടെയും പ്രസ്താവനകൾ. വർഷങ്ങൾക്ക് മുമ്പ് സംവരണ വിഷയത്തിൽ തെറ്റിയ NSSും SNDPയും വീണ്ടും ഒരുമിക്കാനുള്ള നീക്കം തുടർച്ചയായി മൂന്നാമതും അധികാരം സ്വപ്നം കാണുന്ന LDFനെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു. അതേസമയം സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെയും പ്രത്യക്ഷമായ UDF BJP വിരോധവും ചർച്ചയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കവേ കേരളത്തിലെ രണ്ട് പ്രധാന സാമുദായിക സംഘടനകളുടെ ഐക്യപ്പെടൽ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചു. ഇതിനിടയിലാണ് ആഴ്ചത്താതെ ഐക്യം തുടങ്ങാതെ ഒടുങ്ങിയിരിക്കുന്നത്.